ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ചാനലിൽ ഉദ്ദേശിക്കുന്നത് +2 ഈ വരുന്ന സെപ്റ്റംബർ 22-ാം തീയതി ആരംഭിക്കാൻ പോകുന്ന +2 സേവിയർ എക്സാമുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് പരീക്ഷയിൽ വിദ്യാർത്ഥിനികൾക്ക് വളരെ പെട്ടെന്ന് അവർക്ക് പാസ് മാർക്കായ 24 സംഘടിപ്പിക്കാൻ ആവശ്യമായ ക്ലാസ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ലെസൺസിൻ്റെ കാര്യങ്ങൾ, കൂടാതെ പോയമിൻ്റെ റിവ്യൂ, പിന്നെ പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചുകൾ, മാത്രമല്ല ഇമ്പോർട്ടൻ്റായ ഡിസ്കോഴ്സുകൾ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു വീഡിയോയിൽ പറയുന്ന വിധം വിദ്യാർത്ഥികൾ ശരിയായ രീതിയിൽ തയ്യാറാവുകയാണെങ്കിൽ അവർ +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ, +2 സേവിയർ പരീക്ഷയിൽ ജസ്റ്റ് പാസ് മാർക്ക് നേടിക്കൊണ്ട് ഇംഗ്ലീഷിൽ വളരെ പെട്ടെന്ന് തന്നെ, വളരെ എളുപ്പം തന്നെ അവർക്ക് പാസ്സാവാൻ കഴിയും. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ ഒരു കാര്യം പറയട്ടെ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ചാനലിൻ്റെ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ്റെ അടുത്തുള്ള ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിലാദ്യമായി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലെസൺസിൻ്റെ അനലൈസിസാണ്, അഥവാ ലെസൺസിൻ്റെ സമ്മറിയാണ്. ഈ വീഡിയോ ഇംഗ്ലീഷിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥിനികളെ ഉദ്ദേശിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ രീതിയിലാണ് ഇതിൽ വാക്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ക്ലാസ്സുകൾ, അതിൻ്റെ ഗൈഡ് ലൈൻസ് പറയുന്നതും വളരെ ലളിതമായിട്ടാണ്. നമുക്ക് ഇംഗ്ലീഷിൽ ആകെ 11 ലെസൺസ്, പ്രോസ് ലെസൺസ് പഠിക്കാനുണ്ട്. കൂടാതെ 5 പോയട്രിയും പഠിക്കാനുണ്ട്. ഇതാണ് നിങ്ങൾക്ക് പാർട്ട് എയിൽ വരുന്നത്. അനലൈസിസ് ഓഫ് ദ ലെസൺ എന്നുള്ള ഭാഗത്ത് വരുന്നത് അതാണ്. പിന്നീട് നമ്മുടെ ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചുകളും, ഏകദേശം 6ഓളം ക്യാരക്ടർ സ്കെച്ചുകൾ വളരെ ചെറിയ രീതിയിൽ തന്നെ ഏത് കുട്ടിക്കും പെട്ടെന്ന് പഠിച്ചുണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്നു. കൂടാതെ ഡിസ്കോഴ്സുകൾ, നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കോഴ്സുകൾ, നമ്മൾ എല്ലാ ഡിസ്കോഴ്സുകളും ചർച്ച ചെയ്യുന്നില്ല. ജസ്റ്റ് 24, 28, 30 മാർക്കൊക്കെ സംഘടിപ്പിക്കാൻ കുട്ടികൾക്ക് കഴിയത്തക്ക രീതിയിലുള്ള ഡിസ്കോഴ്സുകളാണ് നമ്മൾ ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ചില ഡിസ്കോഴ്സുകൾ ഇതിൽ ചർച്ച ചെയ്യാത്ത ചില ഡിസ്കോഴ്സുകൾ എക്സാമിനേഷനിൽ വന്നേക്കാം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഡിസ്കോഴ്സുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നമുക്കിതിൽ ആദ്യമായി ലെസൻ്റെ സമ്മറി. ഈ സമ്മറികൾ മുഴുവൻ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിക്കേണ്ടതാണ്. നല്ല പോലെ അവർ പഠിക്കേണ്ടതാണ്, കാണാതെ പഠിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ വിധം അവർക്ക് എക്സാം എഴുതിയിട്ട് അവർക്ക് പാസ് മാർക്ക് നേടാൻ കഴിയുകയുള്ളൂ. ആദ്യം നമുക്കറിയാം, ഫസ്റ്റ് യൂണിറ്റ് വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു യൂണിറ്റാണ്. ഇതിൽ നമുക്ക് 4 ലെസൺ കവർ ചെയ്യാനുണ്ട്. ദ 3 LS ഓഫ് എംപവർമെൻറ്റ് എന്നതാണ് ഫസ്റ്റ് ലെസൺ. അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ മലയാളത്തിൽ വിശദീകരിക്കുന്നു. ഇറ്റ് ഈസ് എ സ്പീച്ച് ഓൺ വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു സ്പീച്ചാണത്. വിമൻ ഫേസ് മെനി പ്രോബ്ലംസ്. സ്ത്രീകൾ ധാരാളം പ്രശ്നങ്ങൾ അവർ നേരിടുന്നു. ദർ ഈസ് നോ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് മേഖലയിലായാലും പുരുഷന് തുല്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല. ദർ ആർ 3 LS ഓഫ് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിന് എല്ലുകൊണ്ട് ആരംഭിക്കുന്ന 3 പദങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ദേ ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അവ വിദ്യാഭ്യാസം, തൊഴിൽ, അതുപോലെ തന്നെ നേതൃത്വ പാഠവം,
എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം വിദ്യാഭ്യാസമാണ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറിത്തിങ്. എന്തൊരു രീതിയുടെയും, ഏതൊരു വിദ്യാഭ്യാസ രീതിയാവട്ടെ, ഏതൊരു ജീവിത രീതിയാവട്ടെ, എന്തിൻ്റെയും അടിസ്ഥാനമാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. എ ജോബ് ഈസ് എ മസ്റ്റ് ഫോർ വിമൻ. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നിർബന്ധമായൊരു കാര്യമാണ് ഒരു തൊഴിൽ ചെയ്യാൻ അവസരം ഉണ്ടാവുക എന്നുള്ളത്. ഇറ്റ് എംപവേഴ്സ് ദം. അങ്ങനെ തൊഴിൽ ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ അത് അവരെ ശാക്തീകരിക്കുന്നു. ലീഡർഷിപ്പ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല നേതൃത്വ പാഠവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ് നേതൃത്വ പാഠവും. അവർക്ക് ഒരു സമൂഹത്തിനോ ഒരു കൂട്ടം ആളുകൾക്കോ നേതൃത്വം കൊടുക്കാൻ കഴിയുക എന്നുള്ളതും വളരെ പ്രാധാന്യം ഉള്ള കാര്യം തന്നെയാണ്. വിമൻ ഷുഡ് ബി റെഡി ടു ടേക്ക് റിസ്ക്. സ്ത്രീകൾ ജീവിതത്തിൽ അപകട സാധ്യതകൾ അവരെന്ത് ചെയ്യണം, അവർ ഏറ്റെടുക്കാൻ തയ്യാറാവണം. അതായത് അവർ ജോലി ചെയ്യുന്ന മേഖല, അല്ലെങ്കിൽ അവർക്ക് ജോലി ലഭിക്കാനുള്ള മേഖല, ആ മേഖലയൊക്കെ തന്നെ റിസ്ക് ഉള്ള മേഖലയാണെങ്കിലും ആ റിസ്ക് ഏറ്റെടുക്കാൻ അവർ തയ്യാറാവണം. ദെൻ ഓൺലി ദേ ക്യാൻ സക്സീഡ് ഇൻ ദെയർ ലൈഫ്സ്. എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് സെക്കൻഡ് ലെസണാണ്. സെക്കൻഡ് ലെസൺ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ഒരു പോയമാണ് എനി വുമൺ. എന്നാൽ ഇവിടെ പോയമെല്ലാം തന്നെ വേറെ ഒരു സെക്ഷനായിട്ട് റിവ്യൂ ഭാഗത്ത് വിവരിക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത് മാച്ച് ബോക്സ് എന്ന ലെസനാണ്. ഇതെഴുതിയിരിക്കുന്നത് ആശപൂർണ ദേവി എന്ന എഴുത്തുകാരിയാണ്. ദ സ്റ്റോറി മാച്ച് ബോക്സ് ഈസ് അബൌട്ട് ലൈഫ് ഓഫ് നോമിത. ഈ ഒരു യൂണിറ്റ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന സമസ്ത മേഖലയും കുറിച്ച് പ്രതിപാദിക്കുന്നതായതുകൊണ്ട് ഈ ലെസണും നോമിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ദ സ്റ്റോറി മാച്ച് ബോക്സ് ഈസ് അബൌട്ട് ലൈഫ് ഓഫ് നോമിത. നോമിതയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇത്. ഷീ ഈസ് എ ടിപ്പിക്കൽ വില്ലേജ് വുമൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീയാണ് നോമിത എന്ന് പറയുന്ന ഈ കഥയിൽ വിവരിക്കുന്ന മുഖ്യമായ കഥാപാത്രം. ഷീ കോറൽസ് ഓവർ എ ലെറ്റർ വിത്ത് ഹർ ഹസ്ബൻഡ് അജിത്ത്. കോറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് കൂടുക എന്നാണ് മീൻ ചെയ്യുന്നത്. തൻ്റെ ഭർത്താവായ അജിത്തുമായിട്ട് ഒരു കത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവൾ വഴക്ക് കൂടുന്നുണ്ട്. അജിത്ത് ഈസ് റിച്ച് ആൻഡ് അൺകൈൻഡ്. അജിത്ത് വളരെ സമ്പന്നനായ ആളാണ്, എന്നാൽ അദ്ദേഹം അത്ര ദയാലുവായ ആളൊന്നുമല്ല. അദ്ദേഹം നിർദ്ധയനാണ് ചില കാര്യങ്ങളിൽ. ഹി ഓപ്പൺസ് ദ ലെറ്റർ അഡ്രസ്ഡ് ടു നോമിത വിത്തൗട്ട് ഹർ പെർമിഷൻ. തൻ്റെ ഭാര്യയായ നോമിതയുടെ സമ്മതം ഇല്ലാതെ തന്നെ അവൾക്ക് അഡ്രസ്സ് ചെയ്തിരിക്കുന്ന, അവൾക്കായിട്ട് വന്നിരിക്കുന്ന ഒരു കത്ത് അയാൾ പൊട്ടിച്ച് വായിക്കുകയാണ്. ഇറ്റ് വാസ് എ ലെറ്റർ ഫ്രം ഹർ പൂവർ വിഡോവഡ് മദർ. നോമിതയുടെ വളരെ പാവപ്പെട്ട വിധവ കൂടിയായ അവളുടെ അമ്മയിൽ നിന്നുള്ളതാണ് ആ കത്ത്. അവളുടെ അമ്മ എഴുതിയതാണ് ആ കത്ത്. ഈ കത്ത് തൻ്റെ ഭർത്താവായ അജിത്ത് പൊട്ടിച്ച് വായിച്ചു, തൻ്റെ സമ്മതമില്ലാതെ വായിച്ചു എന്നറിഞ്ഞപ്പോൾ നോമിത ഷീ ബിക്കംസ് ആംഗ്രി. അവൾ വളരെയധികം രോഷാകുലയാകുന്നുണ്ട്. ഷീ ലോസസ് ഹർ സെൽഫ് കൺട്രോൾ. അവൾക്ക് അവളുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. അജിത്ത് ഇൻസൾട്ട്സ് ഹർ. അജിത്ത് അവളെ കളിയാക്കുകയും അതുപോലെ തന്നെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അവളെ പറ്റിയുള്ള കുത്തുവാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അജിത്ത് അവളെ അപമാനിക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ഷീ ബേൺസ് ഹർ സാരി. അവസാനം അവൾ തൻ്റെ സാരിയുടെ ഒരു ഭാഗത്തിന് തീ പിടിപ്പിക്കുകയാണ്, അഥവാ അവൾ സൂയിസൈഡ് ചെയ്യാനായി ശ്രമിക്കുകയാണ്. ദെൻ ഓൺലി, ആ സമയത്താണ് അജിത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഹി ബിക്കംസ് കൂൾ. അയാൾ ശാന്തനായിട്ട് മാറുകയാണ്. നോമിത ഈസ് ഇന്നസെൻറ്റ് ആൻഡ് ബോൾഡ്. നോമിത വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ്. അതേസമയം അവൾ വളരെ
ധൈര്യം കാണിക്കുന്ന പെൺകുട്ടി കൂടിയാണ്. ഷീ ഈസ് എ ഹെൽപ്ലെസ് വിക്റ്റിം. പുരുഷ മേധാവിത്വമുള്ള കുടുംബങ്ങളിലെ നിസ്സഹായയായ ഒരു ഇരയായിട്ടാണ് ഇവിടെ നവമിതയെ അവതരിപ്പിക്കുന്നത്. ഷീ ഈസ് എ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സഹായയായ എന്നാണ് മീൻ ചെയ്യുന്നത്. വിക്റ്റിം എന്ന് പറഞ്ഞാൽ ഇര എന്നാണ് മീൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെസൺ ഒന്ന് പരിശോധിക്കാം. മൂന്നാമത്തെ ലെസൺ വന്ന് ഹൊരഗല്ലു എന്നുള്ളതാണ്. ഇതിനും ഏതാനും പോയിൻ്റായിട്ട് ഇതിൻ്റെ സമ്മറി കാണാവുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ അനക്ഡോട്ട് ബൈ സുധാമൂർത്തി. At first she speaks about her grandfather. He was a retired school teacher. He was a good listener. He listened to others' problems silently. People shared their troubles with him. It relaxed them. ഹൊരഗല്ലു എന്ന ലെസണിൽ ആദ്യ പോയിൻറ്റ്സ് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അനക്ഡോട്ട് ബൈ സുധാമൂർത്തി. സുധാമൂർത്തി എഴുതിയ ഒരു സംഭവ വിവരണമാണിത്. അറ്റ് ഫസ്റ്റ്, ആദ്യം ഷീ സ്പീക്സ് അബൌട്ട് ഹർ ഗ്രാൻഡ് ഫാദർ. ആദ്യം സുധാമൂർത്തി സംസാരിക്കുന്നത് അവരുടെ ഗ്രാൻഡ് ഫാദറെ കുറിച്ചാണ്. ഹീ വാസ് റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. അദ്ദേഹം റിട്ടയർഡായ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ഹീ വാസ് എ ഗുഡ് ലിസണർ. അദ്ദേഹം നല്ലൊരു ശ്രോതാവായിരുന്നു. മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുമായിരുന്നു. ഹി ലിസൺഡ് ടു അതേഴ്സ് പ്രോബ്ലംസ് സൈലൻ്റ്ലി. അദ്ദേഹം നിശബ്ദമായിട്ട് തന്നെ അദ്ദേഹം മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കേട്ടു. പീപ്പിൾ ഷെയർഡ് ദെയർ ട്രബിൾസ് വിത്ത് ഹിം. ജനങ്ങൾ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അദ്ദേഹവുമായി ഷെയർ ചെയ്തിരുന്നു. ഇറ്റ് റിലാക്സ്ഡ് ദം. അതവർക്ക് വല്ലാത്തൊരു റിലാക്സേഷൻ, വല്ലാത്തൊരു സ്വസ്ഥത നൽകിയിരുന്നു. 2 പോയിൻ്റ് കൂടി പറയാനുണ്ട്. ഇറ്റ് ഈസ്ഡ് ദെയർ ബേർഡൻസ്. അത് അവരുടെ ഭാരം, മനസ്സിലുള്ള ഭാരം കുറച്ചിരുന്നു. ഷീ ഓൾസോ സ്പീക്സ് അബൌട്ട് രത്ന ഹെർ കൊളീഗ്. പിന്നീട് മുതിർന്ന ആളായപ്പോൾ തൻ്റെ സഹപ്രവർത്തക ആയി മാറിയ രത്നയെക്കുറിച്ചും അഥവാ സുധാമൂർത്തി സംസാരിക്കുന്നു. ഇവിടെ കൊളീഗ് എന്ന വാക്ക് കാണുവാൻ കഴിയുന്നതാണ്. കൊളീഗ് എന്ന വാക്കിൻ്റെ മീനിങ് സഹപ്രവർത്തക എന്നാണ്. ഷീ വാസ് സ്മാർട്ട്. അഥവാ രത്ന വളരെ സ്മാർട്ടായിരുന്നു. ഷീ ലിസൺഡ് ടു അതേഴ്സ് പ്രോബ്ലംസ് വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. ഷീ ലിസൺഡ്, അവർ ശ്രവിച്ചിരുന്നു, കേട്ടിരുന്നു. ടു അതേഴ്സ് പ്രോബ്ലംസ്, മറ്റുള്ളവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും. വിത്ത് സിമ്പതി, സഹാനുഭൂതിയോടുകൂടി. ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, യാതൊരു വിധി പ്രസ്താവവും യാതൊരു അഭിപ്രായവും പറയാതെ തന്നെ. ഷീ കെപ്റ്റ് അതേഴ്സ് പ്രോബ്ലംസ് കോൺഫിഡൻഷ്യൽ. മാത്രവുമല്ല, ഷീ കെപ്റ്റ്, അവർ സൂക്ഷിച്ചിരുന്നു. അതേഴ്സ് പ്രോബ്ലംസ്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തന്നെ കോൺഫിഡൻഷ്യൽ, രഹസ്യമായിട്ട്, പുറത്തൊന്നും പറയാതെ തന്നെ. അപ്പോൾ തന്നോട് മറ്റുള്ളവർ പറഞ്ഞ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ പുറത്താരോടും പറയാതെ രഹസ്യമായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിരുന്നു. ബോത്ത് ഓഫ് ദം ഡിഡ് ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. ഇവർ രണ്ടുപേരും ആരൊക്കെയാണ് ഉദ്ദേശിച്ചത്? ഒന്ന് സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറും പിന്നെ അവരുടെ സഹപ്രവർത്തകയായ രത്നയും. 2 പേരും ചെയ്തത് ഗ്രേറ്റ് സോഷ്യൽ സർവീസ്, മഹത്തായ സാമൂഹിക സേവനം തന്നെയാണ്. പിന്നെ ഇതാണ് നമുക്ക് 3rd ലെസണായിട്ട് പറയാനുള്ളത്. ഇനി 4th ലെസണിലേക്ക് പോവാം. അമിഗോ ബ്രദേഴ്സ്. 4th ലെസൺ സമ്മറി. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് 2 ടീനേജേഴ്സ്, ഫെലിക്സ് ആൻഡ് ആൻ്റോണിയോ. 2 കൗമാരപ്രായക്കാരായ ഫെലിക്സിൻ്റെയും ആൻ്റോണിയോയുടെയും പിന്നെ കഥയാണിത്. ദേ വർ ക്ലോസ് ഫ്രണ്ട്സ്. അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ദേ ഹാഡ് എ ഡ്രീം ഓഫ് ബിക്കമിങ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻസ്. ലോക ബോക്സിംഗ് താരം ആയിത്തീരാനുള്ള ഒരു സ്വപ്നം, ഒരാഗ്രഹം അവർക്കുണ്ടായിരുന്നു. ദേ വർക്ക്ഡ് ഹാർഡ് ടു ഫുൾഫിൽ ദെയർ ഡ്രീം. പിന്നെ ഫുൾഫിൽ എന്ന് പറഞ്ഞാൽ നിറവേറ്റുക എന്നർത്ഥം കേട്ടോ. സഫലമാക്കുക, നിറവേറ്റുക. ദേ വർക്ക്ഡ് ഹാർഡ്, അവർ കഠിനമായി പ്രവർത്തിച്ചു. ടു ഫുൾഫിൽ, നിറവേറ്റാൻ വേണ്ടി. ദെയർ ഡ്രീം, അവരുടെ സ്വപ്നം. വൺസ്, ഒരിക്കൽ. ദേ ഹാഡ് ടു ഫൈറ്റ് ഈച്ച് അതർ. അവർക്ക് പിന്നെ പരസ്പരം പോരടിക്കേണ്ടി വന്നു. അവർക്ക് പരസ്പരം പോരാടേണ്ടി വന്നു.
ഇറ്റ് വാസ് എ ഫിയേഴ്സ് ഫൈറ്റ്. അത് വളരെ നിഷ്ഠൂരമായ ഒരു പോരാട്ടമായിരുന്നു, അതിഗംഭീരമായ പോരാട്ടമായിരുന്നു. ദർ വേർ 3 ഡെഡ്ലി റൗണ്ട്സ്. 3 മാരകമായ റൗണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ ഉദ്ദേശിച്ചത് ബോക്സിംഗ് മത്സരമാണ്. ബോക്സിംഗ് മത്സരത്തിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നത് വിവിധ റൗണ്ടിലൂടെയാണ്. അത് 3 റൗണ്ട് മത്സരങ്ങളിലൂടെയാണ് ഇവിടെ വിജയി ആരാണെന്നും പരാജിതൻ ആരാണെന്നും കാണികളും റഫറിയും വിധി എഴുതിയത്. നൺ ഓഫ് ദം വൺ ദ മാച്ച്. പക്ഷേ അവരിലാരും മത്സരം വിജയിച്ചില്ല. വിജയി ഉണ്ടായിരുന്നു, പിന്നെ പരാജിതനും ഉണ്ടായിരുന്നു. പക്ഷേ അവരത് രണ്ടാളും പരസ്പരം അംഗീകരിക്കാൻ സമ്മതിച്ചിരുന്നില്ല. ബോത്ത് ഓഫ് ദം ലെഫ്റ്റ് ദ റിങ് ആം ഇൻ ആം. തോളോട് തോളിൽ കൈയിട്ടുകൊണ്ട് അവർ 2 പേരും റിങ്ങിന്ന്, ബോക്സിംഗ് മത്സരം നടക്കുന്ന ആ ഒരു കോർട്ടിൻ്റെ പേരാണ് റിങ് എന്നുള്ളത്, ആ റിങ്ങിന്ന് അവരിറങ്ങിപ്പോയി. ദേ ഡിഡിൻറ്റ് വാണ്ട് ഫോർ ദി അനൗൺസ്മെൻറ്റ് ബൈ ദ റഫറി. ദേ ഡിഡിൻറ്റ് വാണ്ട്, അവർ ആഗ്രഹിച്ചില്ല, ഫോർ ദി അനൗൺസ്മെൻറ്റ് ബൈ ദ റഫറി നൽകുന്ന ആരാണ് വിജയി എന്നുള്ള പ്രഖ്യാപനം, ആ അനൗൺസ്മെൻറ്റ് കേൾക്കാൻ അവർ കാത്തുനിന്നില്ല. ദേ വർ ദ ചാമ്പ്യൻസ് ഇൻ ദ വേൾഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അവർ ബോക്സിംഗ് മത്സരത്തിലെ ചാമ്പ്യന്മാർ ആരും ആയില്ല എങ്കിലും ഫ്രണ്ട്ഷിപ്പിൻ്റെ ലോകത്തിലെ സഹൃദയത്തിൻ്റെ ലോകത്തിലെ ചാമ്പ്യന്മാർ അവരായിരുന്നു. ഇതാണ് നമുക്ക് ഫോർത്തായിട്ട് പഠിക്കാനുള്ളത്. ഇനി 5th പോവാം. 5th ദി അവർ ഓഫ് ട്രൂത്ത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ 1 ആക്ട് പ്ലേ. ദി അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ലെസൺ ഒരു ആക്ട് മാത്രമുള്ള ഒരു നാടകമാണ്. ദ മെയിൻ ക്യാരക്ടേഴ്സ് ഈസ് റോബർട്ട് ബോൾവിൻ. പ്രധാനപ്പെട്ട ഇതിലെ കഥാപാത്രം റോബർട്ട് ബോൾവിനാണ്. ദി അതർ ക്യാരക്ടേഴ്സ് ആർ മാർത്ത, ജോൺ, ഇവി ആൻഡ് ഗ്രഷാം. മറ്റുള്ള കഥാപാത്രങ്ങൾ മാർത്ത, കൂടാതെ ജോണ്, ഇവി ആൻഡ് ഗ്രഷാം എന്നിങ്ങനെ 4 പേരാണ്. റോബർട്ട് ബോൾവിൻ ഈസ് എ ഗ്രേറ്റ് ക്യാരക്ടർ. ഈ കഥയിലെ മുഖ്യ കഥാപാത്രമായ റോബർട്ട് ബോൾവിൻ ഒരു നല്ല കഥാപാത്രമാണ്. ഹീ ഈസ് ഓണസ്റ്റ് ആൻഡ് ബോൾഡ്. അദ്ദേഹം സത്യസന്ധനും ധീരനുമാണ്. ഹി ഡിഡിൻറ്റ് അക്സെപ്റ്റ് ദ ബ്രൈബ് ഓഫേർഡ് ബൈ ഗ്രഷാം. ഗ്രഷാം നൽകിയ ബ്രൈബ്, കൈക്കൂലി അദ്ദേഹം സ്വീകരിച്ചില്ല. ശ്രദ്ധിക്കണം, അക്സെപ്റ്റ് എന്ന വേർഡിൻ്റെ അർത്ഥം സ്വീകരിക്കുക എന്നാണ്. ബ്രൈബ് എന്ന വാക്കിൻ്റെ അർത്ഥം കൈക്കൂലി എന്നാണ്. കൂടാതെ ഓഫേർഡ് എന്ന വാക്കുണ്ട്. ഓഫേർഡ് എന്ന് പറഞ്ഞാൽ ഓഫർ ചെയ്ത, നൽകിയ, വാഗ്ദാനം നൽകിയ എന്നൊക്കെയാണ് അർത്ഥം. ഹിസ് ഫാമിലി പെർsuaded ഹിം ടു അക്സെപ്റ്റ് ദ ബ്രൈബ് മണി. അദ്ദേഹത്തിൻ്റെ കുടുംബം, ഹിസ് ഫാമിലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം. ആരുടെ കുടുംബത്തെ ഉദ്ദേശിക്കുന്നത്? റോബർട്ട് ബോൾവിൻ്റെ കുടുംബം. പെർsuade പ്രേരിപ്പിച്ചു ഹിം, അദ്ദേഹത്തെ. ആരെ? റോബർട്ട് ബോൾവിൻ്റെ കുടുംബം റോബർട്ട് ബോൾവിനെ പ്രേരിപ്പിച്ചു ടു ആക്സെപ്റ്റ്, സ്വീകരിക്കാൻ വേണ്ടി, ദ ബ്രൈബ് മണി, ആ കൈക്കൂലി പണം. പക്ഷേ ഹീ സ്റ്റുഡ്, അദ്ദേഹം നിലകൊണ്ടത് ഫോർ ട്രൂത്ത്, സത്യത്തിന് വേണ്ടിയിട്ടും, ആൻഡ് ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയിട്ടുമായിരുന്നു. ഹീ വാസ് റെഡി ഈവൻ ടു സ്പീക്ക് അഗെയിൻസ്റ്റ് ഗ്രഷാം അറ്റ് ദ കോർട്ട്. ഹീ വാസ് റെഡി, അദ്ദേഹം തയ്യാറായിരുന്നു, ഈവൻ ടു സ്പീക്ക്, സംസാരിക്കാൻ പോലും, അഗെയിൻസ്റ്റ് ഗ്രഷാം, ഗ്രഷാമിനെതിരായിട്ട്, അറ്റ് ദി കോർട്ട്, കോടതിയിൽ. അപ്പോൾ കോടതിയിൽ ഗ്രഷാമിനെതിരായിട്ട് സംസാരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നു. ഹീ നെവർ സപ്പോർട്ടഡ് ഗ്രഷാം ഇൻ ദ ബാങ്ക് റക്കേസ്. ഈ ബാങ്കിലെ പണം ഇല്ലീഗലായിട്ട് ട്രീറ്റ് ചെയ്ത ആ ഒരു കേസിൽ ഗ്രഷാമിനെ ഒരു നിലക്കും സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. അറ്റ് ലാസ്റ്റ്, അവസാനം, ഹീ ഗോട്ട് എ ഗുഡ് ജോബ് ഓഫർ ഫ്രം മാർഷൽ. മിസ്റ്റർ മാർഷലിൽ നിന്നും, മാർഷൽ തേർഡ് നാഷണൽ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു ജോലി വാഗ്ദാനം റോബർട്ട് ബോൾവിന് കിട്ടുകയുണ്ടായി. ഇറ്റ് വാസ് എ റിവാർഡ് ടു ഹിസ് ഓണസ്റ്റ് ക്യാരക്ടർ. അദ്ദേഹം കാണിച്ച സത്യസന്ധത നിറഞ്ഞ ആ ഒരു സ്വഭാവത്തിന് അദ്ദേഹത്തിന് കിട്ടിയ റിവാർഡ്, പാരിതോഷികമായിരുന്നു ഈ ജോബ് ഓഫർ.
ഇതോടെ നമുക്ക് 5ാമത്തെ ലെസൻ്റെ അതും കഴിഞ്ഞു. ഇനി 6ാമത്തത് അടുത്ത ബ്ലോക്കത്താണ് എ 3-wheeled revolution. ശ്രദ്ധിക്കുക, ഇർഫാൻ ആലം ഈസ് വൺ ഓഫ് ദ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 30 യുവ പ്രതിഭകളിൽ ഒരാളായിരുന്നു ഇർഫാൻ ആലം. ഹി ട്രൈഡ് ടു എംപവർ ദ റിക്ഷ പുള്ളേഴ്സ് ഓഫ് ദ കൺട്രി. ഈ രാജ്യത്തെ റിക്ഷ വലിക്കുന്ന ആളുകളെ ശാക്തീകരിക്കാൻ, അവരുടെ മേഖലയൊക്കെ ശാക്തീകരിക്കാൻ, അവർക്ക് നല്ലൊരു ജോലി നൽകിയിട്ട് അവരുടെ ജീവിതം സമ്പന്നമാക്കി അവരെ സഹായിക്കാനും ശാക്തീകരിക്കാനും അദ്ദേഹം പരിശ്രമിച്ചു. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. അദ്ദേഹം സമ്മാൻ ഫൗണ്ടേഷൻ എന്ന പ്രോഗ്രാമിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞ സ്ഥാപിച്ച ആൾ കൂടിയായിരുന്നു. ദ റിക്ഷ പുള്ളേഴ്സ് സ്റ്റാർട്ട് മേക്കിംഗ് പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് തിങ്സ് ടു ദെയർ കസ്റ്റമേഴ്സ്. റിക്ഷ പുള്ളേഴ്സ് എന്ത് ചെയ്തു? അവരാരംഭിച്ചു മേക്കിംഗ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കാൻ, ബൈ സെല്ലിംഗ് തിങ്സ്, മറ്റുള്ള വസ്തുക്കൾ വിറ്റുകൊണ്ട്, ടു ദെയർ കസ്റ്റമേഴ്സ്, അവരുടെ വണ്ടിയിൽ യാത്രക്കാരായി വരുന്ന കസ്റ്റമേഴ്സിന്. ദ സൈഡ്സ് ഓഫ് റിക്ഷാസ് വേർ യൂസ്ഡ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്. റിക്ഷയുടെ സൈഡുകളും മറ്റൊക്കെ തന്നെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു. അഡ്വർടൈസ്മെൻറ്റ് മനസ്സിലായില്ലേ? പരസ്യം. അപ്പോൾ റിക്ഷയുടെ ഈ ഗുഡ്സിൻ്റെ ഒക്കെ തന്നെ സൈഡിൽ എന്ത് ചെയ്യും? മറ്റു സ്ഥാപനങ്ങളെ പരസ്യങ്ങൾ വെക്കും. അപ്പോൾ അതിന് ഒരു തുക ഈ റിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക് ആ പരസ്യം ഏത് സ്ഥാപനത്തിൻ്റെതാണോ ആ സ്ഥാപനം കൊടുക്കും. അങ്ങനെയും ഈ റിക്ഷ പുള്ളേഴ്സിന് വരുമാനം ഉണ്ടായി. ഇതൊക്കെ ആര് കാരണമായിട്ടാണ്? പിന്നെ ഇർഫാൻ ആലം എന്ന ഓൺട്രപ്രന്യൂർ കാരണമായിട്ടാണ്. ഈച്ച് ഡ്രൈവർ ഹാസ് ഗോട്ട് ആൻ ID കാർഡ്, യൂണിഫോം, ലോൺ ഫ്രം ദ ബാങ്ക്. ഇതിൽ ഓരോ ഡ്രൈവർ എന്ന് പറഞ്ഞ് റിക്ഷ ചവിട്ടുന്ന ആളുകളാണ്. അവർക്കൊരു ID കാർഡ് കിട്ടും, ഒരു യൂണിഫോമും കിട്ടിയിരുന്നു. മാത്രമല്ല ഈ റിക്ഷ വാങ്ങിക്കാനുള്ള ലോണും അവർക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയിരുന്നു. ദ റിക്ഷ പുള്ളേഴ്സ് സ്റ്റാർട്ടഡ് ഫീലിംഗ് പ്രൗഡ് ഓഫ് ദെയർ വർക്ക്. തങ്ങളെ ജോലി ഓർത്തുകൊണ്ട് പ്രൗഡ് ആവാൻ അഥവാ അഭിമാനം ഉള്ളവരായിട്ട് ഫീൽ ചെയ്യാൻ, തോന്നാൻ തുടങ്ങി റിക്ഷ പുള്ളേഴ്സിന്. ദെയർ ഫാമിലീസ് വേർ ഏബിൾ ടു അറ്റൻഡ്. അവരെ കുടുംബത്തിന് അവരെ കുടുംബത്തിന് കഴിയുകയും ചെയ്തു ടു അറ്റൻഡ് ഈവനിങ് ക്ലാസ്സസ്. വൈകുന്നേരത്തെ സായാഹ്ന ക്ലാസ്സുകളിലും മറ്റൊക്കെ പങ്കെടുക്കാൻ. ഇർഫാൻ ആലം ഈസ് എ സക്സസ്ഫുൾ ഓൺട്രപ്രന്യൂർ. വിജയം കൈവരിച്ച ഒരു സംഘാടകനായിരുന്നു ഇർഫാൻ ആലം. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ ഈ 6th സംഭവം കഴിഞ്ഞു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് ദീദി എന്നുള്ളതാണ്. ദീദി, ഇറ്റ് ഈസ് അബൌട്ട് ദ ലൈഫ് സ്റ്റോറി ഓഫ് ഷഹീൻ മിസ്രി. ഷഹീൻ മിസ്രി എന്ന പേരിൽ മഹാരാഷ്ട്രയിലെയും ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലെയും ദളിതരായ പാവപ്പെട്ട ആളുകളെ വിദ്യാഭ്യാസപരമായിട്ട് അവരെ പുനരുദ്ധരിച്ച ഒരു സ്ത്രീരത്നമാണ് ഷഹീൻ മിസ്രി. അവരുടെ ജീവിത കഥയാണ് ദീദി എന്ന് പറയുന്നത്. ഷീ വർക്ക്ഡ് ഹാർഡ് ടു ഫുൾഫിൽ ഹർ ഡ്രീംസ്. തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവർ കഠിന പ്രയത്നം ചെയ്തു. ഷീ ഫൗണ്ടഡ് ദ ആകാംക്ഷ ഫൗണ്ടേഷൻ ഫോർ ദി പുവർ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അവർ ആകാംക്ഷ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം അവരാരംഭിച്ചു. ഹെർ ചൈൽഡ്ഹുഡ് വിസിറ്റ് ടു ആൻ ഓർഫനേജ് ചേഞ്ച്ഡ് ഹെർ മൈൻഡ്. കുട്ടിക്കാലത്ത് അവർ ഒരു ഓർഫനേജ്, ഒരു അനാഥാലയം സന്ദർശിക്കാനിടയായി. അതാണ് അവരുടെ മനസ്സ് മാറ്റിയത് എന്ന് പറയാം. ഷീ ഡിസൈർഡ് ദാറ്റ് ഷീ വുഡ് വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ ഐശ്വര്യത്തിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടി താൻ പ്രവർത്തിക്കുമെന്ന് അവർ തീരുമാനിച്ചു. ഷീ ക്വിറ്റ് സ്റ്റഡീസ് ഇൻ ദി US. അവർക്ക് അമേരിക്കയിൽ പോയി പഠിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു, അത് അവരുപേക്ഷിച്ചു. ആൻഡ് ഗോട്ട് അഡ്മിഷൻ ടു സെൻറ്റ് സേവിയേഴ്സ് കോളേജ് മുംബൈ. മുംബൈയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടി. ഷഹീൻ വാക്ക്ഡ് അറൗണ്ട് ദ സിറ്റി ടു മീറ്റ് ലോ ഇൻകം പീപ്പിൾ. വളരെ കുറഞ്ഞ വരുമാനമുള്ള സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ആളുകളെ കാണാനും അവരെ മനസ്സിലാക്കാനൊക്കെ വേണ്ടി
ഷഹീൻ മിസ്രി പലപ്പോഴും നഗരം ചുറ്റിക്കറങ്ങുമായിരുന്നു, ഗ്രാമങ്ങൾ ചുറ്റിക്കറങ്ങുമായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ഹെർ ക്ലാസ്സസ് ഇൻ ദ ഹൗസ് ഓഫ് എ പൂവർ ഗേൾ കോൾഡ് സന്ധ്യ. സന്ധ്യ എന്ന് പേരുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലാണ് ആദ്യമായിട്ട് ഷഹീൻ മിസ്രി തൻ്റെ ക്ലാസ്സുകൾ, പാവപ്പെട്ട കുട്ടികളെ ഷഹീൻ മിസ്രി കോളേജിൽ ഡിഗ്രിക്ക് മറ്റു കോഴ്സുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പാവപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ് കൊടുക്കാൻ ആരംഭിച്ചത് സന്ധ്യ എന്ന് പേരുള്ള പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു. ലേറ്റർ ദ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1991. പിന്നീട് ആദ്യത്തെ ആകാംക്ഷ ഫൗണ്ടേഷൻ്റെ സെൻറ്റർ കേന്ദ്രം സ്ഥാപിതമായത് 1991. ആകാംക്ഷ ഗ്രൂ ടു 58 സെൻറ്റേഴ്സ് ആൻഡ് ഓവർ 3,500 ചിൽഡ്രൻ. ഇപ്പോൾ 58 കേന്ദ്രങ്ങളിലായിട്ട് 3,500 മീതെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ആകാംക്ഷ ഫൗണ്ടേഷൻ വളർന്നിരിക്കുന്നു. ഇത്രയാണ് നമ്മൾ 7ാമത്തായി പഠിച്ചത്. ഇനി 8ാമത്തായി പഠിക്കാനുള്ളത് നോക്കാം. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കുക എല്ലാവരും. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ഈസ് വാങ്കാരി മാതായിസ് നോബൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച്. വാങ്കാരി മാതായി എന്ന കെനിയൻ വനിതയുടെ നോബൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് അവർ നടത്തിയ സ്പീച്ചാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് അഥവാ ഒരു തൈ നടുമ്പോൾ എന്ന പാഠഭാഗം. ഷീ ടോക്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് അവർ എൻവിറോൺമെൻറ്റ്. നമ്മുടെ പരിസ്ഥിതി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക എന്നർത്ഥം. പിന്നെ എൻവിറോൺമെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പരിസ്ഥിതി എന്നാണ്. The clearing of forest leads to the destruction of biodiversity. വനനശീകരണം എല്ലായ്പ്പോഴും നമ്മുടെ നാട്ടിലെ ജൈവ വൈവിധ്യത്തിൻ്റെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ഇവിടെയും ബുദ്ധിമുട്ടുള്ള പദങ്ങളുണ്ട്. ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വനനശീകരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നാശമാണ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യമാണ്. കൊമേഴ്സ്യൽ ഫാമിംഗ് ഡിഡ് നോട്ട് ഹെൽപ്പ് വിമൻ ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ്. കൊമേഴ്സ്യൽ ഫാമിംഗ് അഥവാ വാണിജ്യപരമായിട്ടുള്ള കാർഷികവൽക്കരണം അതൊരിക്കലും സ്ത്രീകളെ സഹായിക്കുന്നില്ല. ആ സ്ത്രീകളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ മീറ്റ് ചെയ്യാൻ, അതൊക്കെ തീർത്തു കൊടുക്കാൻ അവരൊരിക്കലും സഹായിക്കണില്ല. ട്രീ പ്ലാന്റിങ് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ഓൾ സിമിലർ പ്രോബ്ലംസ്. ഇതുപോലെയുള്ള സമൂഹത്തിലെ സ്ത്രീകളും സമൂഹമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ദ ബെസ്റ്റ് സൊല്യൂഷൻ, ഏറ്റവും മികച്ച ഒരു പരിഹാര മാർഗം, സൊല്യൂഷനാണ് എന്ത്? ട്രീ പ്ലാന്റിങ്, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. ഷീ ബിഗാൻ ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഇൻ 1977. 1977 അവർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനൊക്കെ പ്രോഗ്രാം ചെയ്ത ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. ട്രീസ് ബിക്കെയിം എ സിംബൽ ഓഫ് ഡെമോക്രസി ആൻഡ് പീസ് ഇൻ കെനിയ. ഇന്ന് വാങ്കാരി മാതായുടെ രാജ്യമായ കെനിയയിൽ സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പ്രതീകമായിട്ട് മരങ്ങൾ മാറിയിരിക്കുന്നു. ഷീ ആസ്ക് ദ യങ് മെൻ ടു അച്ചീവ് ദെയർ ഡ്രീംസ്. അവർ ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള യുവാക്കളായ ആളുകളോട്, ആ യുവാക്കളുടെ സ്വപ്നം, അവരാഗ്രഹം എന്താണോ അതൊക്കെ അച്ചീവ് ചെയ്യാൻ, നേടാൻ വേണ്ടിയിട്ട്. വി വുഡ് ഗിവ് ബാക്ക് ടു അവർ ചിൽഡ്രൻ ദെയർ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് വണ്ടർ. അങ്ങനെ നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവർ തലമുറക്കൊക്കെ തന്നെ ഈ ലോകത്തിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ അത്ഭുതവും ഒക്കെ തന്നെ അതേ അളവിൽ തിരിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇതോടെ ആ ലെസൺ കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് നമുക്ക് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന ലെസൺ സമ്മറിയാണ്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. മെഡിസിൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലിവ്സ്. നമ്മുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മെഡിസിൻസ് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഡ്രഗ് അബ്യൂസ് ഈസ് ദ റിപ്പീറ്റഡ് യൂസ് ഓഫ് ഇല്ലീഗൽ ഡ്രഗ്സ്. ഡ്രഗ് അബ്യൂസ് എന്ന് പറയുമ്പോൾ, അതായത് ഇത്തരം മരുന്നുകളുടെ ദുരുപയോഗം എന്ന് പറയുമ്പോൾ, അത്
നിയമവിരുദ്ധമായിട്ടുള്ള ഇത്തരം മരുന്നുകളുടെ ആവർത്തിച്ചുള്ള ഉപയോഗത്തെയാണ് നമ്മൾ ഡ്രഗ് അബ്യൂസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സം പീപ്പിൾ യൂസ് ദ ഡ്രഗ്സ് ടു ഫോർഗെറ്റ് ദെയർ പ്രോബ്ലംസ്. ചില ആളുകൾ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ മറക്കാൻ വേണ്ടിയാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. മെഡിസിൻസ് ആൻഡ് സെൻഷ്വൽ ഡ്രഗ്സ് വേർ ടു ഡിഫറെൻറ്റ് തിങ്സ്. ഇനി സാധാരണ മെഡിസിനും ഉണ്ട്, മാത്രമല്ല മനുഷ്യൻ്റെ തലച്ചോറിന് സന്തോഷം പ്രദാനം ചെയ്യാനും മറ്റൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന ലഹരിയായ മയക്കുമരുന്നുകൾ പോലെയുള്ള സെൻഷ്വൽ ഡ്രഗ്സും ഉണ്ട്. രണ്ടായിട്ടാണ് ഇവിടെ എഴുത്തുകാരൻ പറയുന്നത്. സെൻഷ്വൽ ഡ്രഗ്സ് ഗിവ് ദ യൂസർ ജസ്റ്റ് എ സെൻസ് ഓഫ് പ്ലഷർ. സെൻഷ്വൽ ഡ്രഗ്സ് പലപ്പോഴും അത് ഉപയോഗിക്കുന്ന ആൾക്ക് അല്പസമയത്തേക്കാണെങ്കിൽ പോലും സന്തോഷം നിറഞ്ഞ ഒരു ചിന്ത, ഒരു തോന്നൽ നൽകാൻ ഇടയാകുന്നു. ദേ ബാഡ്ലി അഫക്റ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. എന്നാൽ ബ്രെയിനിൻ്റെ എല്ലാ ഫങ്ഷനെയും ഇത് വളരെ മോശമായിട്ട്, ഇത്തരം സെൻഷ്വൽ ഡ്രഗ്സ് വളരെ മോശമായി ബാധിക്കുന്നു. ദ ഡ്രഗ് അഡിക്റ്റ് ഫീൽസ് ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ആൻഡ് ഫെയിൽസ് ടു റെസ്പോണ്ട് ടു എനിത്തിങ്. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത, അതാണ് ഫിസിക്കൽ ഡിസ്കംഫേർട്ട്. അത് പലപ്പോഴും ഇത്തരം സെൻഷ്വൽ ഡ്രഗ്സിന് അഡിക്റ്റായ ആളുകൾക്ക് ഫീൽ ചെയ്തേക്കാം. മാത്രമല്ല അവർ മറ്റുള്ളവരോടുള്ള സംസാരം, മറ്റു കാര്യങ്ങളോടൊക്കെ തന്നെ പ്രതികരിക്കുന്ന കാര്യത്തിലും പരാജയപ്പെട്ടേക്കാം, അഥവാ അവർക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടേക്കാം. ഡ്രഗ് അബ്യൂസ് ഓൾസോ ലീഡ്സ് ടു ലിവർ ഡിസീസ്. കൂടാതെ ഇത്തരം ഡ്രഗ്സുകൾ നമ്മൾ നിരന്തരമായി യൂസ് ചെയ്യുന്നത് ലിവർ ഡിസീസിന് കാരണമാകുന്നു. നമ്മുടെ കിഡ്നി പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നു. ആൻഡ് വെനറൽ ഡിസീസസ്, മറ്റു മറ്റു രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു. ആൻഡ് കിഡ്നി പ്രോബ്ലംസ്, നമ്മുടെ ലിവറിന് പ്രശ്നങ്ങൾ വരാനും അതുപോലെ തന്നെ വെനറൽ ഡിസീസുകൾ ഉണ്ടാവാനും കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു. ഡാമേജ് ദ ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് എഫക്റ്റ്. ഇങ്ങനെ ഉണ്ടാകാവുന്ന ദോഷങ്ങളിൽ ഏറ്റവും ഗുരുതരമായ, ഏറ്റവും അപകടകരമായിട്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ അത് ഇത്തരം സെൻഷ്വൽ ഡ്രഗ്സുകൾ നമ്മുടെ തലച്ചോറിനെ, ബ്രെയിനിനെ കേടുവരുത്തുക എന്നുള്ളതാണ്, ഡാമേജ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതോടുകൂടി നമ്മൾ ആ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന ഭാഗം നോക്കാം. ഇറ്റ് ഈസ് എ വൺ ആക്ട് പ്ലേ വിത്ത് എ വില്ലേജ് പോസ്റ്റ് ഓഫീസ് ആസ് ഇറ്റ് സെറ്റിംഗ്. ഒരു വില്ലേജ് പോസ്റ്റ് ഓഫീസ് പശ്ചാത്തലമായ ഒരു ഗ്രാമീണ നാടകമാണ്, അല്ലെങ്കിൽ അത്ര ഒരു വൺ ആക്ട് പ്ലേ ആണ് ഇവിടെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്നത്. ദ പോസ്റ്റർ അറ്റ് ദി പോസ്റ്റ് ഓഫീസ് ഏർജസ് കസ്റ്റമേഴ്സ് ടു പോസ്റ്റ് ദെയർ കാർഡ്സ് ഏർലി ഫോർ ക്രിസ്മസ്. ഈ പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലായിട്ടൊരു പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. ആ പോസ്റ്റർ അവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും മുൻകൂട്ടി തന്നെ ക്രിസ്മസ് ഗിഫ്റ്റുകളും ക്രിസ്മസ് കാർഡുകളും പോസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. മിസ്സസ് സ്മിത്ത് ആൻഡ് മിസ്സസ് ജോൺസ് ആർ ഏർലി കസ്റ്റമേഴ്സ് ഓഫ് ദ ഡേ. ആ ദിവസം ഏറ്റവും നേരത്തെ വന്ന 2 കസ്റ്റമേഴ്സായിരുന്നു മിസ്സിസ് സ്മിത്തും മിസ്സിസ് ജോൺസും. എ ഡഫ് ഓൾഡ് ജെൻറ്റിൽമാൻ, എ ഫസി ഓൾഡ് ലേഡി, എ ഫാർമർ, മിസ് ഹിഗിൻസ് ആൻഡ് ഹെർ സൺ ബെർട്ടി ഓൾസോ ജോയിൻ. ഇവരെ കൂടാതെ ഒരു ചെവി കേൾക്കാത്തൊരു മാന്യനായ മനുഷ്യനുണ്ട്, മാത്രമല്ല തടിച്ചു കുറുകിയ ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്, പിന്നെ ഒരു കർഷകനുണ്ട്, മിസ്സസ് ഹിഗിൻസ് എന്ന് പറയുന്ന സ്ത്രീയുണ്ട്, അവരെ മകനായിട്ടുള്ള ബെർട്ടിയും പിന്നീട് അങ്ങോട്ടേക്ക് വരുന്നു. ദ ഫാർമർ ടോക്സ് അബൌട്ട് എ ടൈം ബോംബ് ഫൗണ്ട് ഇൻ എ ലണ്ടൻ പോസ്റ്റ് ഓഫീസ്. ലണ്ടൻ പോസ്റ്റ് ഓഫീസിൽ കണ്ടെത്തിയ ഒരു ടൈം ബോംബിനെ, ഒരു പാർസൽ ടൈം ബോംബിനെ കുറിച്ച് ആണ് ആ കർഷകൻ സംസാരിക്കുന്നത്. ആ സമയത്ത് എ ഫോറിൻ ടൂറിസ്റ്റ് കംസ് ഇൻ വിത്ത് എ ലാർജ് ആൻഡ് നീറ്റ്ലി പാക്ക്ഡ് പാർസൽ. ഈ സമയത്താണ് വളരെ വലുതും എന്നാൽ മനോഹരമായിട്ട് പാക്ക് ചെയ്തതുമായ ഒരു പാക്കറ്റുമായിട്ട്, ഒരു പാർസലുമായിട്ട് അങ്ങോട്ടേക്ക് ഒരു വിദേശിയായ വിനോദസഞ്ചാരി അങ്ങോട്ടേക്ക് വരികയാണ്. ഹി ലീവ്സ് ദ പോസ്റ്റ് ഓഫീസ് ബട്ട് ഫൊഗെറ്റ് ടു ടേക്ക് ഹിസ് ഗ്ലൗസ്. അദ്ദേഹം ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോകുന്നു, പക്ഷേ ഊരി വെച്ച തൻ്റെ ഗ്ലൗസ് തിരിച്ചെടുക്കാൻ അദ്ദേഹം മറന്നു പോകുന്നു. ബെർട്ടി ഹിയേഴ്സ് എ ഫണ്ണി സൗണ്ട് കമ്മിങ് ഫ്രം ദ പാർസൽ. ഈ സമയത്താണ് ഈ പാർസൽ ബോക്സിൽ നിന്നുള്ള എന്തോ ഒരു ഫണ്ണിയായ സൗണ്ട് ബെർട്ടി എന്ന് പറയുന്ന ആ കുട്ടി കേൾക്കുന്നത്. He goes out to call a police constable who comes and examines the parcel.
ഹി ഗോസ് ഔട്ട് ടു കോൾ എ പോലീസ് കോൺസ്റ്റബിൾ. അദ്ദേഹം ഒരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കാൻ വേണ്ടി, അതായത് പോസ്റ്റ് മാസ്റ്റർ കാര്യം ഉദ്ദേശിക്കുന്നത്, വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. പിന്നീട് ഹു കംസ് ആൻഡ് എക്സാമിൻസ് ദ പാർസൽ. അങ്ങനെ പോലീസ് ഓഫീസർ വന്നുകൊണ്ട് എന്താ പറയുക, ഈ പാർസൽ പരിശോധിക്കുന്നു. ദ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ബ്രിങ്സ് എ ബക്കറ്റ് ഓഫ് വാട്ടർ. ആ സമയത്താണ് പോസ്റ്റൽ അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾ ഒരു ബക്കറ്റ് വെള്ളവുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. ഇവർ ടൈം ബോംബാണ്, ഈ പാർസൽ ടൈം ബോംബാണെന്ന് കരുതി അത് നിർവീര്യമാക്കാൻ വേണ്ടിയാണ് വരുന്നത്. ദ ടൂറിസ്റ്റ് ഹൂ കംസ് ബാക്ക് വാച്ചസ് ദ പോലീസ്മാൻ പ്ലങ് ഹിസ് പാർസൽ ഇൻ വാട്ടർ. ദ ടൂറിസ്റ്റ് ഹൂ കംസ് ബാക്ക്, അങ്ങോട്ടേക്ക് വരുന്ന ആ ടൂറിസ്റ്റ് നേരത്തെ ഈ ഒരു പാർസൽ അവിടെ വെച്ചിട്ട് തൻ്റെ ഊരി വെച്ച ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയ ടൂറിസ്റ്റ് അങ്ങോട്ടേക്ക് മടങ്ങി വരികയാണ്. അദ്ദേഹം കാണുകയാണ് ദ പോലീസ്മാൻ പ്ലങ് ഈസ് പാർസൽ ഇൻ വാട്ടർ. പോലീസുകാരൻ തൻ്റെ ഈ പാർസൽ, തൻ്റെ സുഹൃത്തിന് അയക്കാൻ വേണ്ടി കൊടുത്ത ഈ ക്രിസ്മസ് പാർസൽ ഒരു പോലീസുകാരൻ വെള്ളത്തിൽ മുക്കുന്നത് കാണുകയാണ്. ദ പ്ലേ എൻഡ്സ് വിത്ത് എ ത്രെറ്റ് ഓഫ് ലീഗൽ ആക്ഷൻ ബൈ ദ ടൂറിസ്റ്റ് പോലീസുകാരനെതിരെയും ആ പോസ്റ്റ് ഓഫീസിലെ മുഴുവൻ ആൾക്കെതിരെയും താൻ ലീഗലായിട്ട്, താൻ നിയമപരമായിട്ട് കേസ് കൊടുക്കും എന്ന് ഭീഷണി മുഴക്കുന്നതോടുകൂടി ഈ നാടകം അവസാനിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു സമ്മറി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 11ാമത്തെ ലെസൺ നോക്കാം. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ദ സ്റ്റോറി ഇസ് എ സറ്റയർ ഓൺ ഓവർ പാരൻറ്റിങ് ഇൻ എ ന്യൂക്ലിയർ ഫാമിലീസ്. നമ്മുടെ നാട്ടിലെ ന്യൂക്ലിയർ കുടുംബങ്ങളിൽ അഥവാ അണുകുടുംബങ്ങളിലോ കണ്ടുവരുന്ന ഓവർ പാരൻറ്റിങ്, കുട്ടികളെ അമിതമായിട്ട് അവർക്ക് രക്ഷകർത്തൃത്വം നൽകിയിട്ട് അവരെ വാത്സല്യത്തോട് കൂടിയിട്ട് നോക്കി വളർത്തുന്ന ആ രീതിക്കെതിരായിട്ടുള്ള ഒരു ആക്ഷേപഹാസ്യമാണ് ഈ ഷോർട്ട് സ്റ്റോറി. ദ ചിൽഡ്രൻ ഡെവലപ്പ് എ ബ്ലാക്ക് മെയിലിംഗ് ആറ്റിറ്റ്യൂഡ്. ഈ കുട്ടികൾ പലപ്പോഴും അധ്യാപകരെയും മുതിർന്നവരൊക്കെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികൾ വളർത്തുന്നുണ്ട്. ദ ബാക്ക്ഗ്രൗണ്ട് ഈസ് എ സിംഗിൾ ചൈൽഡ് സ്കൂൾ. ഒരു കുട്ടി പഠിക്കുന്ന ഒരു സിംഗിൾ സ്കൂളാണ് ഇവിടെ ഈ കഥയുടെ പശ്ചാത്തലം. വേർ ദ ടീച്ചർ ഗിവ്സ് സം മാത്സ് ലെസൺസ്. അവിടെ അധ്യാപകൻ കുട്ടിക്ക് ഏതാനും ഗണിതശാസ്ത്ര പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ദ ബോയ് വാസ് നോട്ട് ഇൻ എ മൂഡ് ടു സ്റ്റഡി. എന്നാൽ കുട്ടി പഠിക്കാനുള്ളൊരു മൂഡിലായിരുന്നില്ല അന്ന്. ഹി മെയ്ഡ് ദ ടീച്ചർ ആംഗ്രി ബൈ ഡെലിബറേറ്റ്ലി ഗിവിങ് ഹിം റോങ് ആൻസേഴ്സ്. പിന്നീട് അധ്യാപകൻ ചോദ്യം ചോദിച്ചപ്പോൾ അധ്യാപകന് ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വം തെറ്റായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് കുട്ടി അധ്യാപകനെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചു. ദ ടീച്ചർ ഗോട്ട് ആംഗ്രി. അധ്യാപകന് ദേഷ്യം വരികയും ആൻഡ് സ്ലാപ്ഡ് ദ ബോയ്. അദ്ദേഹം ആ കുട്ടിയെ അടിക്കുകയും ചെയ്തു. ദ ബോയ് ബ്ലാക്ക് മെയിൽ ദ ടീച്ചർ. അധ്യാപകൻ ആ കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു. സെയിങ് ദാറ്റ് ഹി വുഡ് കംപ്ലൈൻ ടു ഹിസ് പാരൻസ്. താൻ തൻ്റെ രക്ഷിതാവിനോട്, അച്ഛനോടും അമ്മയോടും തന്നെ അധ്യാപകൻ സ്ലാപ്പ് ചെയ്തത്, മുഖത്തടിച്ചത് പറയുമെന്ന് കുട്ടി ഭീഷണിപ്പെടുത്തി. ദ ടീച്ചർ വാസ് ഫോഴ്സ്ഡ് ടു ആക്ട് മെനി റോൾസ് ആൻഡ് ബിക്കെയിം ടയേർഡ്. അവസാനം കുട്ടിയുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് കുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും അധ്യാപകൻ അനുസരിക്കേണ്ടി വന്നു. പല റോളുകളും അദ്ദേഹത്തിന് അഭിനയിക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ക്ഷീണിതനായി. ഹി ഹാഡ് ടു ഡാൻസ് ദ ട്യൂൺ ഓഫ് ദ സ്റ്റുഡൻസ്. ആ വിദ്യാർത്ഥിയുടെ ട്യൂണിന് ഡാൻസ് ചെയ്യുക വരെ ചെയ്യേണ്ടി വന്നു ആ കുട്ടിക്ക്. ദ ചൈൽഡ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ന്യൂ ജനറേഷൻ. ഈ കുട്ടിയെ ഇവിടെ ഈ കഥ എഴുതിയ R.K. നാരായൺ ആധുനിക തലമുറയുടെ ഒരു പ്രതിനിധി ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. സ്ലാപ്പ് വാസ് ക്രൈം. ഇനി ആ കുട്ടിയെ അധ്യാപകൻ അടിച്ചത് ഒരു ക്രൈമായിരുന്നു. ആൻഡ് ദ ടീച്ചർ അണ്ടർവെൻറ്റ് ഡ്യൂ പണിഷ്മെൻറ്റ്. പഠിക്കാത്തതിന് കുട്ടിക്കല്ല പണിഷ്മെൻറ്റ് കിട്ടുന്നത്, പകരം വിദ്യാർത്ഥിയെ അടിച്ചു എന്ന കുറ്റത്തിന് അധ്യാപകനാണ് പണിഷ്മെൻറ്റ് കിട്ടുന്നത്. കാരണം അധ്യാപകന് ഈ കുട്ടിയുടെ പല കാര്യങ്ങൾക്കും വഴങ്ങിയിട്ട് അദ്ദേഹത്തിന് പല റോളുകളും അഭിനയിക്കേണ്ടി വന്നു.